സാധാരണയായി നമ്മുടെ കയ്യിൽ നിന്നൊരു വസ്തു കാണാതാകുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പെട്ടെന്ന് അന്തോണീസ് പുണ്യാളനോട് പ്രാർത്ഥിക്കാറില്ലേ? എന്നാൽ ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ മൗണ്ട് പെല്ലേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ദൈവശാസ്ത്രം പഠിപ്പിക്കുവാൻ വിശുദ്ധനെത്തി. എന്നാൽ ആ ദിവസങ്ങളിൽ അവിടെ നൊവിഷീറ്റിലായിരുന്ന ഒരു സന്യാസിയാർത്ഥി ഓടിപ്പോയി. ഒപ്പം വിശുദ്ധ അന്തോണീസ് പ്രഭാഷണത്തിനായി ഉപയോഗിച്ചിരുന്ന സങ്കീർത്തനങ്ങൾ അടങ്ങിയ ഗ്രന്ഥവും മോഷ്ടിച്ചു കൊണ്ടുപോയി. അച്ചടിയൊന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് അതുപോലെ ഒരു ഗ്രന്ഥം ലഭിക്കുക എന്നത് വളരെ പ്രയാസകരമായിരുന്നു. അതിനാൽ തന്നെ അത് വളരെ മൂല്യമുള്ള ഒന്നായിരുന്നു. പുണ്യാളന് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറി. കാരണം ദൈവവചനത്തിൻ്റെ കൂട്ടുകാരനായിരുന്ന പുണ്യാളൻ ദൈവവചനം അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഈ സമയം ആശ്രമത്തിൽ നിന്നും ഓടിപ്പോയ നോവിസിന് ഒരു പാലം കടന്നു വേണം തൻ്റെ സ്ഥലത്ത് എത്തിച്ചേരുവാൻ. പക്ഷേ പാലത്തിൻ്റെ പകുതി ഭാഗത്തെത്തിയപ്പോൾ മറുവശത്ത് കയ്യിൽ ഒരു കോടാലിയുമായി ഒരു ഭൂതം അവന് നേരെ വന്ന് താൻ മോഷ്ടിച്ച വിശുദ്ധ അന്തോണീസിൻ്റെ ഗ്രന്ഥം വിശുദ്ധന് തിരിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് കൂട്ടാക്കാതെ കടന്നു പോകാൻ ശ്രമിച്ച ആ നോവിസിന് നേരെ ഈ ഭൂതം കൊല്ലാനായി അടുത്തു വന്നുകൊണ്ടിരുന്നു. ഭയന്നു വിറച്ച ആ നോവിസ് തിരിച്ച് ആശ്രമത്തിൽ ചെല്ലുകയും ഗ്രന്ഥം പുണ്യാളന് തിരിച്ചു കൊടുത്ത് തന്നെ വീണ്ടും ആശ്രമത്തിൽ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് ഈ കഥ ആ പ്രദേശത്ത് പരക്കുകയും നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരികെ ലഭിക്കുവാൻ വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്തു തുടങ്ങി. ഈ പ്രഭാഷണ ഗ്രന്ഥം ഇറ്റലിയിൽ ബൊളോഗ്ന എന്ന സ്ഥലത്ത് ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു.